അപ്പോൾ ഇന്ന് എൻ്റെ ഒരു പരീക്ഷണമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതായത് പനീർ ഗോബി ബട്ടർ മസാല അതാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമേ പനീറും കോളിഫ്ലവറും കൂടെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇത്രയും കൂടി ഇട്ട് ഒന്ന് പരട്ടി വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നു. നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്ത് അത് മാറ്റി വയ്ക്കുന്നു. അതിനുശേഷം പാനിനകത്തോട്ട് നമ്മൾ ബട്ടർ ഒഴിച്ച് കുറച്ച് ബട്ടറും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനെയുള്ള മസാലാസ് എല്ലാം ഇട്ടു. രണ്ട് സവാള അരിഞ്ഞിട്ടു. അതിനുശേഷം ഒരു തക്കാളി അരിഞ്ഞിട്ടു. അതിനുശേഷം അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ വഴറ്റി മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ വഴറ്റി മാറ്റി ചൂട് തണുക്കുമ്പോൾ അതിനെ നമ്മൾ നല്ലതായിട്ട് പേസ്റ്റായിട്ട് അരച്ച് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ആ പാനിൽ തന്നെ കുറച്ച് ബട്ടറും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ സവാളയുടെയും തക്കാളിയുടെയൊക്കെ ആ പേസ്റ്റ് ഈ ബട്ടറും സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ടുള്ള ആ പാനിനകത്തോട്ട് ഇതൊഴിച്ചിട്ട് ഒഴിക്കുക. അപ്പം കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യും. നല്ല തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. സവാള നമ്മൾ അരയ്ക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ ഒഴിക്കുക. അതിനുശേഷം അതിന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിനകത്ത് അര സ്പൂൺ മുളക് പൊടി, കുറച്ച് പിഞ്ച് ഓഫ് മഞ്ഞൾപ്പൊടി ഇതും കൂട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി ഈ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്ന ഒരു കട്ടുണ്ട്. ആ സമയത്ത് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യുക. ഇതിപ്പോൾ നല്ല തിക്കായിട്ടിരിക്കുകയല്ല, നമുക്ക് ഇച്ചിരി ലൂസായിട്ടല്ലേ കറി വേണ്ടുന്നത്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് ഇപ്പം എന്താണ്ട് ഈ ഒരു പരുവത്തിൽ ഏകദേശം വെള്ളമൊക്കെ ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മളെ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് നന്നായിട്ട് കുലുക്കിയിട്ട് അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒഴിച്ചാൽ മതി. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ ഡിഷസിനകത്ത് അവർ ബട്ടർ ഇതെല്ലാം ആഡ് ചെയ്യുമല്ലോ, ബട്ടറും അതുപോലെ തന്നെ ഇതേപോലെ ക്രീമൊക്കെ ആഡ് ചെയ്യുമല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്തു. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും കോളിഫ്ലവറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ കറി. വളരെ സിമ്പിൾ ആൻഡ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പം പനീർ ബട്ടർ മസാല അതിനകത്തോട്ട് ഞാനൊരു കോളിഫ്ലവറും കൂടി ഇട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെ അധികം കുറച്ച് കോളിഫ്ലവർ ഇരുന്നു. എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു എന്നാൽ ഇങ്ങനൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ എന്ന് കരുതി പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷസിനകത്തെല്ലാം അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നത് കസൂരി മേത്തി എന്ന് പറഞ്ഞ സാധനം, അതായത് ഉലുവയില. ഇതെല്ലാ ഷോപ്പിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ ഉലുവയില, അപ്പം കസൂരി മേത്തി കുറച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ കറി. വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് വേറൊന്നും നമുക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ കസൂരി മെത്തിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ്, ഒരു പിഞ്ച് ഓഫ് പഞ്ചസാര, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ടിട്ടാണ് കേട്ടോ. ചില സമയത്ത് ഞാൻ ചേർക്കും, ചിലപ്പോൾ ചേർക്കത്തില്ല. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്ത് ബാക്കി കസൂരി മെത്തിയും കൂടെ ആഡ് ചെയ്തു ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കുക. നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ നല്ല സൂപ്പ് ചപ്പാത്തി, അപ്പം ഇതിൻ്റെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.